empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന റബേക്കയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൂർവ പിതാവായ ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക. അവൾ തന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ ഹിതം ആണെന്ന് മനസ്സിലായപ്പോൾ വലിയ വില കൊടുത്ത് തന്നെ എല്ലാം വിട്ടുപേക്ഷിച്ച് അവൾ കർത്താവിന്റെ വഴിയെ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അവൾ ഇസഹാക്കിന്റെ ഭാര്യയായി ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ എത്ര മനോഹരമായി എല്ലാവർക്കും അനുഗ്രഹമായി അവൾ മുൻപോട്ട് കൊണ്ടുപോയി എന്നും നമ്മൾ കണ്ടു. എന്നാൽ അവൾ പോയ വഴിയിൽ പരിപൂർണമായിട്ടും കർത്താവിന്റെ വചനത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. മുൻപോട്ട് പോയി കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ അവൾക്ക് നൽകി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. എന്നാൽ അതിൽ ഒരു കുഞ്ഞിനോട് പ്രത്യേകമായ ഒരു സ്നേഹം, പക്ഷപാതം ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇസഹാക്കും റബ്ബേക്കയും പ്രത്യേകം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളോട് പക്ഷപാതത്തോടെ പെരുമാറാൻ തുടങ്ങി. അത് ആ കുടുംബത്തിൽ വലിയ വിനയായിട്ട് മാറുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വചനത്തിന്റെ വഴിയെ നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ആരംഭം നന്നായി എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. വചനത്തിൽ എപ്പോഴും അടിയുറച്ചു നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സങ്കീർത്തകനായ ദാവീദ് 119 സങ്കീർത്തനം 11 തിരുവാക്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനാനുസൃതം മാത്രം ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്യാതിരിക്കട്ടെ എന്ന്. എന്റെ പ്രിയ സഹോദരരെ, ദാവീദ് രാജാവ് നമുക്ക് കാണിച്ചു തന്ന ഈ പ്രാർത്ഥന നമുക്കും ഏറ്റു പറയാം. കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ, വചനത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന് ബലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ ഏക മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രാജാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ആനന്ദം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാധുര്യമേറി അങ്ങയുടെ വചനം ഞങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ആരാധന. കർത്താവേ, ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ഏറ്റു പറയുന്നു ഈശോയെ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധന ഈശോയെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഈശോയേ ആരാധന. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന ഈശോയേ. ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിനാനന്ദമേ. ഈശോയേ ആരാധന. ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മാധുര്യമേറിയ വചനങ്ങൾ കർത്താവേ ഞങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഞങ്ങളുടെ രാജാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പാപത്തിൽ വീഴാതെ വചനം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ കാട്ടിയ വഴിയെ മുന്നോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിന്റെ വചനത്തിൽ അടിയുറച്ച കുടുംബങ്ങളായി മാറുവാൻ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കർത്താവിന്റെ വചനത്തിൽ ആനന്ദിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ റെബേക്കയെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. നമ്മൾ കണ്ടു, ആരംഭം അവളുടേത് വളരെ നന്നായിരുന്നു. നല്ല ഒരു കുടുംബിനിയായി, ഭർത്താവിനൊരു അനുഗ്രഹമായി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയായി, നല്ല ഒരു കുടുംബിനിയായി അവൾ മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്ക് റെബേക്കയുടെ ആദ്യ സമയത്തേക്ക് ഒന്ന് കടന്നു പോകാം. അവിടെ അവൾ പ്രാർത്ഥിച്ച് അവർക്ക് കർത്താവ് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ പരസ്പരം മല്ലിട്ടിരുന്ന ഒരു സമയമുണ്ട്. ആ വചനഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ 23-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് അവളോട് അരുളി ചെയ്തു. അങ്ങനെ മല്ലിട്ടുകൊണ്ടിരുന്നപ്പോൾ റബ്ബേക്ക കർത്താവിനോട് സഹായത്തിനായി ചോദിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട് കർത്താവ് പറയുകയാണ്, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്നും പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. കർത്താവിൽ നിന്നും റബ്ബേക്ക ഈ വാഗ്ദാനം പ്രാപിക്കുകയാണ്. തുടർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അവർ വളർന്നു വരുന്നു. 28-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഇത്രയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ കുടുംബത്തിൽ ഒരു പാർട്ടീഷൻ, ഒരു ഭിന്നത കടന്നു വരികയാണ്. ഇസഹാക്കിന് ഏസാവിനോടാണ് താല്പര്യം, റബ്ബേക്കാകട്ടെ യാക്കോബിനെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇരിക്കെ നമുക്ക് 27-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 4-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ തിരുവചനം എന്താ പറയുന്നത്? എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇസഹാക്കിന് പ്രായമായി മരണമടുത്തു എന്ന് കണ്ട ഇസഹാക്ക് ഏസാവിനെ വിളിച്ചു പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. മരിക്കുന്നതിന് മുൻപ് തന്റെ ഇഷ്ടപുത്രനായ ഏസാവിനെ അനുഗ്രഹിക്കാനായിട്ട്, തന്റെ അവകാശമെല്ലാം ആ അനുഗ്രഹത്തിലൂടെ ഏസാവിന് പകർന്നു കൊടുക്കുവാനായിട്ട് ഇസഹാക്ക് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ 5-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് തിരുവചനം എന്താ പറയുന്നത്? ഇസഹാക്ക് ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു.
ഇതെല്ലാം റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, റബേക്ക കർത്താവിൽ നിന്ന് സ്വരം ശ്രവിച്ചവളാണ്. റബേക്കയോട് കർത്താവ് എന്താ പറഞ്ഞത്? മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യുമെന്നാണ്. അതായത് അനുഗ്രഹം ലഭിക്കേണ്ടത് ഇളയവനാണ്. റബേക്കയ്ക്ക് അതുകൊണ്ട് തന്നെ ആയിരുന്നിരിക്കാം ഇളയവനായ യാക്കോബിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇസഹാക്ക് ഇപ്രകാരം പറയുന്നത് കേട്ടപ്പോൾ റബേക്കയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. കർത്താവിന്റെ ഹിതം നടക്കുന്നില്ലേ എന്ന് അവൾക്ക് ടെൻഷൻ ആവുകയാണ്. ഉടനെ തന്നെ അവൾ എന്താ ചെയ്തതെന്ന തിരുവചനം പറയുന്നത്. നമുക്ക് 8-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് മകനെ, ഇവിടെ റബേക്ക ഉടൻ തന്നെ യാക്കോബിനെ വിളിച്ച് പറയുകയാണ്, നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം. ഇവിടെ റബേക്ക എന്താ ചെയ്യുന്നത്? റബേക്ക ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞ് യാക്കോബിന് പുതിയൊരു പദ്ധതി തയ്യാറാക്കി കൊടുക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. റബേക്കയ്ക്ക് കർത്താവിന്റെ ഹിതം എന്താണെന്ന് അറിയാമായിരുന്നു. കർത്താവ് എന്താണ് തന്റെ കുഞ്ഞുങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് എന്നറിയാമായിരുന്നു. എന്നാൽ മുൻപിൽ കാണുന്നത്, തൊട്ടു മുൻപിൽ സംഭവിക്കുന്നത് കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചാണോ പോകുന്നതെന്ന് സംശയം വന്നപ്പോൾ അവൾ അവിടെ ആക്ഷനിലേക്ക് കടക്കുകയാണ്. സ്വന്തം പ്ലാനിലേക്ക് അവൾ കടക്കുകയാണ്. അതിനു മുൻപെല്ലാം പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് സ്വരം ശ്രവിച്ചവളായിരുന്നു റബേക്ക. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഉടൻ തന്നെ അമ്മയായ റബേക്ക യാക്കോബിനെ വിളിച്ച് പറയുകയാണ്, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് സ്വന്തമായ ഒരു പ്ലാനും പദ്ധതിയും അവൾ തയ്യാറാക്കുകയാണ്. അതിനനുസരിച്ച് പെരുമാറാൻ മകനോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് 12-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. തിരുവാക്യം എന്താ പറയുന്നത്? പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിനു പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക? യാക്കോബ് അമ്മയായ റബേക്കയുടെ പ്ലാൻ കേട്ടപ്പോൾ തിരിച്ചു ചോദിച്ച ചോദ്യമാണിത്. എന്നാൽ ആ ചോദ്യത്തിന് റബേക്കയുടെ മറുപടി എന്തായിരുന്നു? 13-ാം തിരുവാക്യം. അവന്റെ അമ്മ പറഞ്ഞു, ആ ശാപം എന്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക, പോയി അവ കൊണ്ടുവരിക. അങ്ങനെ അമ്മയുടെ നിർബന്ധം മൂലം യാക്കോബ് റബേക്ക പറഞ്ഞതുപോലെ എല്ലാം കാര്യങ്ങൾ ചെയ്യുകയാണ്. ഏസാവ് വരുന്നതിന് മുൻപ് അപ്പൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കറിയൊക്കെ ഉണ്ടാക്കി അപ്പന് കൊടുത്ത് അപ്പനിൽ നിന്നും അവൻ അനുഗ്രഹം മേടിക്കുകയാണ്. ഏസാവാണെന്ന് ഓർത്തുകൊണ്ട് ഇസഹാക്ക് യാക്കോബിനെ മനം തുറന്ന് അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താ പ്രശ്നമുണ്ടായത്? കർത്താവിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമായിരുന്ന റബേക്ക കർത്താവിന്റെ പ്ലാൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവിനെ സഹായിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. എന്നാൽ അതിലൂടെ ആ കുടുംബത്തിൽ വന്ന വിപത്തുകളെ നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഇവിടെ ഭർത്താവായ ഇസഹാക്കിനെ ഭാര്യയായ റബേക്ക കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു തരം കാപട്യത്തിലൂടെ അല്ലേ ഇവിടെ അവൾ ആ അനുഗ്രഹം തന്റെ ഇഷ്ടപുത്രന് വാങ്ങിക്കൊടുക്കുന്നത്. ആ ഒരു കാപട്യത്തിൽ, ആ ഒരു വഞ്ചനയിൽ ഒരിക്കലും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല. കർത്താവിന്റെ ഹിതത്തിൽ വഞ്ചനയ്ക്ക് യാതൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നത് തീർച്ചയാണ്. വഞ്ചനയ്ക്ക്, ചതിക്ക് കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വഞ്ചിച്ചുകൊണ്ടാണ് തന്റെ ഭർത്താവിനെ വളരെയേറെ സ്നേഹിച്ചിരുന്ന, വളരെയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാര്യയായിരുന്ന റബേക്ക തന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു രംഗത്തിലേക്കാ നമ്മൾ കടന്നുപോയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സഹായിക്കാൻ, കർത്താവിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ വഞ്ചന ഇടയിൽ കടന്നുകൂടുകയാണ്. വഞ്ചിച്ചുകൊണ്ട് കർത്താവിനെ അവൾ സഹായിക്കാൻ തയ്യാറാകുന്നത്. അവിടെ തന്നെ അത് കർത്താവിന്റെ ഇഷ്ടമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. തുടർന്ന് ആ കുടുംബത്തിൽ എന്താ സംഭവിച്ചേ? ഏസാവ് ഇതെല്ലാം അറിയുകയാണ്. യാക്കോബ് ചതിയിലൂടെ ആ ഒരു അനുഗ്രഹം സ്വന്തമാക്കിയതെല്ലാം ഏസാവ് അറിയുകയാണ്. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? 27-ാം അധ്യായത്തിൽ 41-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത്
എന്താ തിരുവചനം പറയുന്നത്? പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവിടെ സഹോദരന്മാർ തമ്മിൽ വലിയ ഒരു വിദ്വേഷം, വെറുപ്പ് കടന്നുകൂടുകയാണ്. വളരെയേറെ കാലം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 20 വർഷത്തോളം അവർ തമ്മിൽ ഏസാവിന് യാക്കോബിനോട് ഭയങ്കരമായ വെറുപ്പാവുകയാണ്. തൊട്ടടുത്ത് തന്നെ വചനം എന്താ പറയുന്നത്? അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെപ്പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. ഇവിടെ സഹോദരനായ യാക്കോബിനെ കൊല്ലാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഏസാവ്. എന്തായിരുന്നു കാര്യം? ഇവിടെ അമ്മയായ റബേക്കയിൽ നിന്നും പറ്റിപ്പോയ ഒരു അബദ്ധം, അല്ലെങ്കിൽ അവൾ ചെയ്ത ഒരു തെറ്റാണ് ഈ സഹോദരന്മാർ തമ്മിൽ ഇത്രയേറെ വലിയ വിദ്വേഷത്തിന് ഏസാവ് യാക്കോബിനെ കൊല്ലാൻ പ്ലാൻ ഇടുകയാണ്. അത്രമാത്രം എത്തിപ്പെട്ടത് എന്തായിരുന്നു? റബേക്കയിലൂടെ വന്ന ആ പക്ഷപാതത്തിലൂടെ വന്ന ആ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഏസാവിനെ എത്തിക്കുന്നത്. എന്നാൽ ഇവിടെ വീണ്ടും റബേക്ക അടുത്ത പ്ലാനുമായിട്ട് വരുന്നതാ നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ 42-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ തിരുവചനം പറയുന്നത്? മൂത്ത മകനായ ഏസാവിന്റെ വാക്കുകൾ റെബേക്കായുടെ ചെവിയിലെത്തി. ഏസാവ് യാക്കോബിനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന വിവരം റബേക്ക അറിഞ്ഞു. ഉടനെ അവൾ അടുത്ത പ്ലാൻ ഇടുകയാണ്. 43-ാം തിരുവാക്യം. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഹാരാനിലുള്ള എന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഏസാവിന്റെ ആ ഒരു ശത്രുത മൂലം, അല്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണി മൂലം സ്വന്തം ഇഷ്ടപുത്രനായ യാക്കോബിനെ സ്വസഹോദരനായ ലാബാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന അമ്മയെ നമ്മൾ ഇവിടെ കാണുന്നത്. ആ അമ്മ മകനെ തന്നിൽ നിന്ന് തന്നെ വേർപെടുത്തുകയാണ്, ദൂരേക്ക് പറഞ്ഞയക്കുകയാണ്, സ്വന്തം സഹോദരന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്. പിന്നീട് എന്താ ഉണ്ടായത്? 27-ാം അധ്യായത്തിന്റെ 46-ാം തിരുവാക്യം, അതിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ റബേക്ക പറയുകയാണ്, ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന്? ഇവിടെ അമ്മയായ റബേക്ക വലിയ ഒരു വേദനയിലേക്ക് കടന്നു പോവുകയാണ്. ഏസാവ് വഴക്കുകൂടി ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. യാക്കോബിനെ അവർ തന്നെ സുരക്ഷിതനാക്കാനായിട്ട് അവരിൽ നിന്ന് അകറ്റുകയാണ്. തന്റെ ജീവിതകാലത്ത് യാക്കോബിനെ അവൾ പിന്നീട് കാണുന്നതായി തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നില്ല. തന്റെ ഇഷ്ടമകനായ യാക്കോബിനെ അവിടെ വെച്ച് അവൾ അവസാനമായി കാണുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്വന്തമായി പ്ലാൻ ഇട്ടപ്പോൾ, കർത്താവിൽ ആശ്രയിക്കാതെ സ്വയം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തപ്പോൾ വന്ന വലിയൊരു അപകടമാ ഇവിടെ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവിൽ നിന്നും പ്രാപിക്കുന്ന ആ ഒരു വെളിപാടനുസരിച്ച് വേണം നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുവാനായിട്ട്. നമ്മുടെ പദ്ധതികൾ, മനുഷ്യന്റെ പദ്ധതികൾ കർത്താവിന്റെ മുൻപിൽ എന്താണ് പ്രിയമുള്ളവരെ? തിരുവചനം മുഴുവൻ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? പ്രതിസന്ധിയുടെ ഒത്തിരിയേറെ സംഭവങ്ങൾ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെയെല്ലാം അമാനുഷികമായ രീതിയിൽ, സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയണം, ആ രീതിയിൽ കർത്താവ് വഴികൾ വെട്ടി തുറക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനത്തെ കർത്താവ് കൊണ്ടു നടന്ന വിധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ആ ഒരു അസാധാരണമായ നടത്തിപ്പ് അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരിക്കലും മോശയും ഇസ്രായേൽ ജനവും വിചാരിച്ചിട്ടില്ല ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ചെങ്കടൽ തങ്ങൾക്കായി വഴി തുറക്കുമെന്ന്. എന്നാൽ കർത്താവ് ഇടപെട്ടപ്പോൾ അവിടെ വഴി തുറക്കുകയാണ്. ജെറിക്കോ കോട്ടകൾ നമുക്ക് ഉദാഹരണങ്ങളല്ലേ. പഴയ നിയമം ഒക്കെ പോട്ടെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് തന്നെ എപ്പോഴും എന്താ കാണിച്ചു തന്നത്? വെള്ളത്തിൽ നിന്നാണ് കർത്താവ് വീഞ്ഞുണ്ടാക്കിയത്. ആ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടുണ്ടാവത്തില്ല. വെള്ളത്തിൽ നിന്ന് വീഞ്ഞിനെ കർത്താവ് ഉണ്ടാക്കുകയാ. കർത്താവിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത് നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ പദ്ധതികൾക്ക് മുൻപിൽ ശാന്തതയോടെ നിൽക്കാൻ മാത്രമാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. നമുക്കറിയാം 5 അപ്പം കൊണ്ട് എത്ര മനുഷ്യരെ, 5000-ഓളം പുരുഷന്മാർ തന്നെ എന്നാ തിരുവചനം പറയുന്നത്. കർത്താവ് തീറ്റിപ്പോറ്റി. അമാനുഷികമായ, അസാധാരണമായ നടത്തിപ്പിന്റെ വഴികൾ നമുക്ക് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും മുൻപിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ
നമ്മൾ സ്വയം പ്ലാനിങ്ങിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടേതായ തലച്ചോറ് ഉപയോഗിച്ച് നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഒതുങ്ങുന്നതായ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യുകയാ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മെ വഴി നടത്തുന്നവനാ നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മുൻപിൽ നമ്മൾ വഴിമുട്ടുകളായി നിന്നാൽ വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാ റബേക്ക നമുക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് സാറായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സാറായെ കുറിച്ച്. അബ്രാഹത്തിന് കർത്താവ് നൽകിയ ജീവിത പങ്കാളി സാറ. അബ്രാഹത്തിന് കർത്താവ് ഒത്തിരിയേറെ മക്കളെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കടലിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ സാറ നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലും തന്റെ ഭർത്താവിന് കൊടുക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവിടെ അവൾ സ്വയം പ്ലാനിങ്ങിലേക്ക് കടന്നു പോവുകയാ. ഇവിടെ റബേക്കയ്ക്ക് പറ്റിയ അതേ അബദ്ധം സാറായ്ക്കും സംഭവിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അവിടെ 16-ാം അധ്യായം 2-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക. ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഇവിടെ സാറായിയും സ്വയം പ്ലാനിങ്ങിലേക്ക് കടക്കുകയാണ്. കുഞ്ഞുങ്ങളെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കർത്താവിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ സ്വയം പ്ലാൻ ചെയ്ത് അതില് കർത്താവിനെ സഹായിക്കാനായിട്ട് ഒരുമ്പിട്ടിറങ്ങുകയാ. എന്നാൽ അവിടെയും വലിയൊരു അപകടത്തിലേക്ക് ആ കുടുംബം നീങ്ങിയത് നമുക്കറിയാം. ഇത് തന്നെയാണ് ലോത്തിന്റെ മക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് മാനുഷികമായിട്ട് യാതൊരു സാധ്യതയും അവർ കാണുന്നില്ല. തങ്ങളുടെ വംശത്തെ നിലനിർത്താനായിട്ട് അവർ സ്വയം പ്ലാനിങ്ങിലേക്ക് കടന്നു പോവുകയാണ്. അവിടെയെല്ലാം കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് വഴി മാറി പോവുകയാണ്. കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെ റബേക്കയിലും നമ്മൾക്ക് അത് തന്നെയാ കാണാൻ സാധിച്ചത്. വളരെ നന്നായിട്ടാ അവൾ തുടങ്ങിയത്. കർത്താവിനോട് ചേർന്നുള്ള ജീവിതമായിരുന്നു, കുടുംബത്തിന് അനുഗ്രഹമായ ജീവിതമായിരുന്നു. എന്നാൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ അപ്പസ്തോലൻ നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമുണ്ട്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇവിടെ റബേക്ക നിൽക്കുന്നവളായിരുന്നു, കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവളായിരുന്നു. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവരൊക്കെ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയൊരു വാണിംഗ് ആണ് റബേക്കയിലൂടെ കർത്താവ് നൽകുന്നത്. നമ്മുടേതായ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കർത്താവ് ഇതാണോ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മുന്നിൽ കാണുന്നതിൽ ആശ്രയിച്ചാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. വീണ്ടും പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോൾ, മുമ്പിൽ കാണുന്നതിനനുസരിച്ചല്ല, വിശ്വാസ കണ്ണുകളിലൂടെ നമ്മൾ കാണുമ്പോൾ കർത്താവിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. എന്ത് തന്നെ വന്നാലും ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. മുൻപിൽ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ ഹിതത്തിന് എതിരായിട്ടാണല്ലോ ഇത് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ വിശ്വാസ തലത്തിൽ കർത്താവ് അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അസാധാരണമായ വിധങ്ങളിലൂടെ കർത്താവ് തന്റെ ഹിതം പൂർത്തീകരിക്കും. വിശ്വാസത്തിൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ റബേക്കയ്ക്ക് സംഭവിച്ചത്, സാറായിക്ക് സംഭവിച്ചത്, ലോത്തിന്റെ മക്കൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിന്റെ ഹിതമാണെന്ന് വിചാരിച്ച് അത് പൂർത്തീകരിക്കുവാൻ നമ്മുടേതായ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെതായ വഴികളുണ്ട്. അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ആ രഹസ്യങ്ങൾ സ്വീകരിച്ച് കർത്താവിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. നമ്മൾ ഒത്തിരിയേറെ വ്യാകുലപ്പെട്ട് വിഷമിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. കർത്താവിൽ ആശ്രയം ഉറപ്പിച്ച്
കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മളായിരിക്കുക. കർത്താവ് വഴി നടത്തുക തന്നെ ചെയ്യും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറാം. ആ ഒരു കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ നയിക്കപ്പെടാനുള്ള ഒരു കൃപ ലഭിക്കുവാനായിട്ട് മുന്നിൽ കാണുന്നതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട്, അങ്ങനെ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിച്ചെടുക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. അതിൽ ഞങ്ങൾ ഇടപെടാതിരിക്കുവാൻ, കാഴ്ചയിൽ നോക്കി മുന്നോട്ട് പോകാതെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കുവാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടും. വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവരായി മാറുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളോട് ആമേൻ പറയുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നോരടയാളം ചെയ്തിടും യേശുവിൻ നാമത്തിൽ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അന്ത്യം വരെ ഞാൻ കൂടെ ഇരിക്കാം, യേശുവിൻ വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോരടയാളം ചെയ്തിടും യേശുവിൻ നാമത്തിൽ, ആമേൻ, ആമേൻ. അന്ത്യം വരെ ഞാൻ കൂടെ ഇരിക്കാം, യേശുവിൻ വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന ഓരോ വാഗ്ദാനവും നിറവേറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങൾ അത് കാണുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ കാണുന്നവരാകുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുന്നവരായിട്ട് മാറുവാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റെബേക്കയുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അതിനനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരായിട്ട്, കാഴ്ചയാലല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് priscilla,
ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.